നൊയമ്പുകാലം 2-ാം വാരം ബുധൻ. തിരുവചനം: നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-ാം തിരുവചനം. യേശു ശിഷ്യരുടെ ശുശ്രൂഷ മനോഭാവം വ്യക്തമാക്കിക്കൊണ്ട് യാക്കോബ് ശ്ലീഹ തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. യേശുവിൻ്റെ തന്നെ മനോഭാവം വ്യക്തമാക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയക്കാർക്ക് എഴുതി: യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നുവെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ രൂപത്തിൽ ആയിത്തീർന്നു. ദാസന്റെ പ്രകൃതി സ്വീകരിച്ച യേശു ദാസനെ പോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയോടെ ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ വലിയവൻ എന്ന് പഠിപ്പിച്ചു. മഹാത്മാഗാന്ധി പാരമ്പര്യത്തിന് വിരുദ്ധമായി ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും സന്തോഷത്തോടു കൂടി ചെയ്യുന്നതിനുള്ള കാരണം അമ്മ പുത്ലിനിഭായ് നൽകിയ ആത്മീയമായ ശിക്ഷണമാണ്. മദർ തെരേസയുടെ വീട്ടിൽ വരുന്ന എല്ലാ പാപങ്ങൾക്കും അമ്മ ഖനഫിൽ ഭക്ഷണം നൽകിയിരുന്നു. വളരെ ആദരവോടുകൂടെ ഭക്ഷണം വിളമ്പിയ ആ അമ്മയുടെ ചിത്രം കുഞ്ഞു തെരേസയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഗാന്ധിജിയുടെയും മദർ തെരേസയുടെയും അമ്മമാരെ പോലെ നമുക്കും നല്ല ശുശ്രൂഷകരാകാം, നല്ല മാതൃക നൽകാം.